അപ്പോൾ ഇന്ന് ഡ്യൂട്ടി സൺഡേ കസ്റ്റമറിൻ്റെ എടുക്കുകയായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് പെട്ടെന്നായിരുന്നു എല്ലാം വെപ്രാളത്തിൽ ചെയ്ത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ലോ. അപ്പോഴത്തേന് ഡ്രൈവർ വരാൻ ലേറ്റാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാൻ. അപ്പോഴിന്ന് വെച്ചത് അവർക്ക് ചിക്കൻ പുരട്ടിയത്, പിന്നെ വഴുതണ ഇത് വട്ടത്തിന് അരിഞ്ഞിട്ട് അത് ചെറുതായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഇട്ടിട്ട് അത് ഇങ്ങനെ നമ്മൾ മീൻ വറുക്കാൻ പുരട്ടുന്നതൊക്കെ പുരട്ടി വെച്ചിട്ട് ചെറിയ തീയിലിട്ട് ഓയിലൊഴിച്ച് അപ്പുറം ഇപ്പുറം വേവുന്ന കണക്കാക്കിയിട്ടിട്ട് അത് എടുത്തിട്ട് പിന്നെ ഒരു 2 വറ്റൽമുളകും 2 വെളുത്തുള്ളിയും അതിൽ തന്നെ ആ ഫ്രൈ ചെയ്തേ തന്നെ ഇട്ട് അതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ലാസ്റ്റ് അതെല്ലാം കൂടെ നമ്മളെ കൈ വെച്ച് തന്നെ ഞരടി ഉടച്ച് ഈ വഴുതനയും കൂടെ ഞരടി ഉടയ്ക്കണം. അപ്പം എങ്കിലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ സവാളയും കൊത്തിയരിഞ്ഞ് മല്ലിയിലയും പിന്നെ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൂത്തിരിങ്ങനെ മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി തിന്നാനും പിന്നെ ബ്രെഡൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ എന്നുള്ളൊരു ആളാണിത് ബീറ്റ്റൂട്ട് തോരൻ. അവർക്ക് പിള്ളേർക്ക് 2 പേർക്കും ബീറ്റ്റൂട്ട് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ പിന്നെ ചോറ് ഞാൻ വന്നപ്പോൾ ആ കൊച്ച് വെച്ചായിരുന്നു ചോറ്, അതിന് ഓഫീസിൽ കൊണ്ടുപോകാൻ. നിങ്ങൾ വിചാരിക്കും ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റുമെന്ന്. വീഡിയോ പിടിക്കാൻ ഇന്നിപ്പം അവർ 2 ആളും ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഇപ്പം ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴേ ഞാൻ വിചാരിച്ച സമയമുണ്ട്, കുറേ നാളായി ഒരു വീഡിയോ പിടിച്ചിട്ട്, അപ്പം വീഡിയോ പിടിക്കാൻ വിചാരിച്ചു. ഇന്നിപ്പം ഇവിടെ എന്നും 3 മണിക്കൂറാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നിപ്പം 1 മണിക്കൂറും കൂടെ എക്സ്ചേഞ്ച് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ 1 മണിക്കൂർ കൂടെ കൂട്ടും. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം വേറെ ഡ്യൂട്ടി ഉണ്ട്. അത് എൻ്റെ സ്ഥിര കസ്റ്റമർ തന്നെ. അപ്പോൾ അവർ നാട്ടിൽ പോകണോണ്ട് ഇന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞു. ഡ്രൈവറെ വിളിച്ചപ്പോൾ എല്ലാവരെയും കൊണ്ട് ക്യാമ്പിൽ പോയി. ഇനിയിപ്പം തിരിച്ച് എന്നെ എടുക്കാൻ വരുമ്പോൾ താമസിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു അതുവരെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം എല്ലാവരും, എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള എൻ്റെ വീഡിയോസ് കാണുന്ന, ഏതാണ്ടൊരു 500-നകത്ത്. അതും കുക്കിംഗ് വീഡിയോ, എൻ്റെ ഫുഡിൻ്റെ വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് എല്ലാവരും കാണുന്നത്. അല്ലാത്തുള്ള വീഡിയോ ഇടുമ്പോൾ ആരും നോക്കാറ് പോലുമില്ല. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളെ കണക്ക് സാധാരണക്കാരിടുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കുള്ളയും ഒരു സമയം, എല്ലാവരും ഈ പറയുന്ന കണക്ക് ഫാമിലിയായിട്ടൊരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടും. കാരണം എന്ന് വെച്ചാൽ മക്കളൊക്കെ പഠിക്കാൻ പോകുന്ന സമയം, പിന്നെ ഹസ്ബൻഡ് ഒന്നീ വെളിയിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലായാലും ജോലിക്കൊക്കെ പോയിട്ട് പിന്നെ കുട്ടികളായാലും ഹസ്ബൻഡായാലും വരുമ്പോഴത്തേന് ഏതാണ്ടൊരു രാത്രിയൊക്കെ ആകും. പിന്നെ അതുവരെ ഈ വീട്ടിലെ ജോലി മാത്രം ചെയ്തിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തായാലും ഒരു നേരം പോക്കാണ് ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോസ് ഇടുന്നതും പിന്നെ അവരെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ ഇടുന്നതൊക്കെ അവർക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് ഞാനും ഈ യൂട്യൂബിൽ ഇങ്ങനെ ഇടുന്ന ഇവിടെ വന്നപ്പോഴത്തേന്, ഖത്തറിൽ വന്നപ്പോഴത്തേന് എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നത് എനിക്കും ഒരു സന്തോഷമായിരുന്നു. പിന്നെ എല്ലാവരും ഇടുന്നതെന്ന് വെച്ചാൽ സാധാരണക്കാരായ നമുക്ക് നമ്മളേതായ കുറേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ വിഷമങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഇടുന്നത്. അപ്പോൾ ഈ കാണുന്നവർക്ക് എല്ലാവരെയും വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അത് സ്വാഭാവികം. ചില ആൾക്കാരുടെ വീഡിയോ ചിലപ്പം പെട്ടെന്ന് ഇഷ്ടപ്പെടും. എല്ലാവരെയും വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമുക്ക് അവരുടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറയാനും പറ്റത്തില്ല. അവനവൻ്റെ ഇഷ്ടമല്ലേ, ആരെ സപ്പോർട്ട് ചെയ്യണ്ടെന്നുള്ളത്. അപ്പോൾ സാധാരണക്കാരൊക്കെ കണക്കുള്ളവർ എത്രയോ പേര് ഇപ്പം ഈ യൂട്യൂബ് വഴി രക്ഷപ്പെട്ടവരുണ്ട്. വീടില്ലാത്തവർ വീട് വയ്ക്കുകയും അവർക്കുള്ള നിത്യ വരുമാനത്തിനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ഓരോ വിഷമങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ അല്ലേ. കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യും. നമ്മളെ കൊണ്ട് ഒക്കുന്നത് ഒരു ആൾക്കാർക്ക് നല്ലത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല കാര്യമല്ലേ. ഇപ്പം ഒരു വീഡിയോസ് കണ്ട് ഒരാൾ അതുവഴി രക്ഷപ്പെടുന്നെങ്കിൽ അതും ഒരു നല്ല കാര്യമാണ്. നമുക്കും ഇവിടെ നമ്മൾ താമസിക്കുന്ന ക്യാമ്പിൽ നേപ്പാളീസും ഫിലിപ്പീൻസും ഒക്കെ ഉള്ളതാണ്. അപ്പം നമ്മളേതായ പല പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് പിന്നെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പല നാട്ടുകാർ, പല ആൾക്കാർ, പല ഭാഷ. നമ്മളതൊക്കെ കുറച്ച് നാളെടുക്കും അവരുമായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും. ഇപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റൊന്നും അല്ല, എന്നാലും പൊരുത്തപ്പെട്ട് പോകാൻ നമുക്ക് കുറേ നാളെടുക്കും. അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു സന്തോഷങ്ങൾ.
അപ്പോഴെല്ലാവരും കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാവരും വീഡിയോസ് കാണുകയൊക്കെ ചെയ്യണം. അത് നമ്മൾ കണക്കുള്ള സാധാരണക്കാർ പ്രത്യേകിച്ച് അവരൊക്കെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും പിന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് മാത്രമല്ല എല്ലാവരുടെ വീഡിയോയ്ക്കും